ഇന്നൊരു തമിഴിയൻ റെസിപ്പിയാണ് പുളിമിളക. ഒരു തൊടുകറിയാണ്. ഇതിന് നമ്മുടെ അച്ചാറിൻ്റെയും പുളിയിഞ്ചിയുടെയും സ്വഭാവ ഗുണങ്ങൾ ഉണ്ട്. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എരിവ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് എടുക്കാം, പച്ചമുളക് എടുക്കാം. ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള മുളകാണ്. ഒരു 150 ഗ്രാം എടുത്തിട്ടുണ്ട്. ചെറുതായി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, ഒന്ന് ചെറുതായിട്ട് കീറിയിട്ട് ചേർത്താലും മതി. ഇതിലേക്ക് പുളിയും ഉപ്പും ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കുക്ക് ചെയ്യാനായിട്ട് ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുക്കുന്ന എണ്ണ നല്ലെണ്ണയാണ്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, എക്സെപ്റ്റ് കോക്കനട്ട് ഓയിൽ. ചൂടായ പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു തൊടുകറിയാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ കോക്കനട്ട് ഓയിൽ പറ്റില്ല, അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറഞ്ഞത്. ഇതപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് ഓയിൽ ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവുകയാണ്. സൂക്ഷിക്കണം, പച്ചമുളകിൻ്റെ അരി പൊട്ടിത്തെറിക്കാൻ തുടങ്ങും എണ്ണയിലേക്ക് ഇടുമ്പോൾ. അപ്പോൾ ഒരു അല്പം മാറി നിന്നിട്ട് വേണം സോട്ടേ ചെയ്യാൻ കേട്ടോ. ഇപ്പം കണ്ടില്ലേ, പച്ചമുളകിൻ്റെ തോലൊന്ന് നിറം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മുളകിന് പിടിക്കാൻ വേണ്ടിയുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ആ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കട്ടെ. ഇപ്പം കണ്ടോ, മുളകിൻ്റെ നിറമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അതിൻ്റെ തൊലി എണ്ണയിൽ കിടന്ന് മൊരിയുന്നതിൻ്റെ മണമാണ് ഇപ്പം നന്നായിട്ട്. കൂടെ നമുക്ക് ചുമയ്ക്കാൻ പാകത്തിനുള്ള എരിവിൻ്റെ മണവും വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പം 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സെയിം പാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് അടുത്ത നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ കടുകാണ്. എണ്ണ ചൂടായതിനു ശേഷം ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് തീ മീഡിയമിലാണ് ഉള്ളത്. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം തീ വേണമെങ്കിൽ ലോയിലേക്ക് ആക്കാം, അത് കരിയാതിരിക്കാൻ വേണ്ടി. അധികം വൈകാതെ തന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളി ഇഞ്ചിയാണ്. വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് തോല് കളഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂൺ വീതം. വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ടേ ചെയ്ത് കൊടുക്കുക. രണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്നത് വരെ സോട്ടേ ചെയ്യുക. വെളുത്തുള്ളി ഇഞ്ചിയും ഒരല്പം കൂടുതൽ എടുത്താലും തെറ്റൊന്നുമില്ല കേട്ടോ. ഇതിൽ പച്ചമുളക് ആയതുകൊണ്ട് അത് കാരണം ഉണ്ടാകുന്ന വയറിൽ അസ്വസ്ഥത മാറാനൊക്കെ അത് സഹായിക്കും. ഇതൊന്ന് മൊരിഞ്ഞു കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. പച്ചമുളകിൻ്റെ ആ പച്ച നിറം ഒരുപാട് അങ്ങ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര കുറച്ചെടുക്കുന്നത് കേട്ടോ. ഇനി അല്ല മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതാ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒരു 3-4 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നല്ല കുറുകനെയുള്ള പുളിവെള്ളമാണ്. നല്ല കട്ടിക്കുള്ള പുളിവെള്ളം, ഏകദേശം 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. മഞ്ഞൾ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഈ പുളി പൾപ്പ്, ടാമറിൻ പൾപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പുളിയുടെ പൾപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആ പുളി ഒന്ന് തിളയ്ക്കണം, ഒന്ന് കുക്കാവണം. അത് കഴിഞ്ഞിട്ട് അതിൽ എണ്ണ തെളിഞ്ഞു വരണം. അത്രയും നേരം നമുക്കിത് ചെറു തീയിൽ ഇട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഏകദേശം ഒരു 1.5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട ഒരു പാകത്തിലായി കിട്ടും. അത് പുളിയുടെ പൾപ്പിൻ്റെ തിക്നെസ് എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ അല്ലേ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പുളിയിലേക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ പുളി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, എണ്ണ അതിൽ നിന്ന് വിട്ട് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ സമയമായി. അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ശർക്കരപ്പാനിയാണ്. വലിയ തിക്കല്ലാത്ത കുറച്ച് ഒരു മീഡിയം ലൂസിലുള്ള ശർക്കരപ്പാനി ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് പ്രത്യേകിച്ച് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ പാനിയാക്കി എടുത്തതാണല്ലോ. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ്, നമ്മൾ വറുത്ത് കോരി വെച്ച മുളക്, പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരല്പനേരം അതിൽ തന്നെ ചെറു തീയിലിട്ട് അങ്ങനെ തന്നെ വെച്ചേക്കാം, ഒരു 10-30 സെക്കൻഡ് വരെ. അത് ഒന്ന് അതിൻ്റെ പുളിയും ഉപ്പും ഒക്കെ ഒന്ന് എരിവും ഒക്കെ ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തീർന്നിട്ടില്ല, ഇനി അടുത്ത നമ്മൾ ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ് നന്നായി വറുത്ത് പൊടിച്ചു വെച്ച ഉലുവപ്പൊടിയാണ്. അത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഉലുവപ്പൊടി നമ്മൾ അച്ചാറിലും ഇതുപോലെയുള്ള തൊടുകറികളിലൊക്കെ ചേർക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പുളി കൊണ്ടും അതിൻ്റെ എരിവ് കൊണ്ടും ഉണ്ടാകുന്ന വയറിനുള്ള അസ്വസ്ഥത ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1.5 ടീസ്പൂൺ ഉലുവപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളിയുള്ള ആഹാരങ്ങളിൽ ഉലുവപ്പൊടി ചേർക്കുന്നത് ഒരു ടേസ്റ്റ് ലെവലപ്പ് ആക്കാനും കൂടി വേണ്ടിയിട്ടാണ്. ഇതാ നമ്മുടെ പുളിമുളക് റെഡിയാണ്. തൊടുകറിയാണ്, കുറച്ചേ എടുക്കാവുള്ളൂ ഒരു നേരം, പക്ഷേ ഇതിൻ്റെ സ്വാദ് കാരണം കൂടുതൽ എടുത്തു പോകും. അങ്ങനെ അത്രയും ടേസ്റ്റിയാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.